5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 2 അധ്യായം 8 അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ അധ്യായത്തിൽ രോഗങ്ങളുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെക്കുറിച്ചും എങ്ങനെ വിവിധതരം രോഗങ്ങളെ പ്രതിരോധിക്കാം എന്നും പരിശോധിക്കാം. എങ്ങനെയാണ് രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും ജീവികൾ വഴിയും രോഗങ്ങൾ പകരുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഉദാഹരണമായി ജലദോഷം, ഡെങ്കിപ്പനി, ടൈഫോയിഡ് എന്നിവ. സൂക്ഷ്മജീവികളായ വൈറസ്, ഫംഗസ്, ബാക്ടീരിയ എന്നിവയാണ് രോഗങ്ങൾ പകർത്തുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ പകർത്തുന്ന രോഗാണുവാണ് കൊതുകുകൾ. കൊതുകുകൾ നമ്മുടെ പരിസരത്ത് മുട്ടയിട്ട് പെരുകി രോഗങ്ങൾ പകർത്തുന്നു. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവ. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയവ. ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം തുടങ്ങിയവ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ കൊതുകുകൾ മുഖേന പകരുന്ന രോഗങ്ങളാണ്. എന്തൊക്കെയാണ് കൊതുകുകളെ തുരത്താനുള്ള വഴികൾ? എന്താണ് ഡ്രൈ ഡേ ആചരണം? കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ചിരട്ട, കളിപ്പാട്ടങ്ങൾ എന്നിവയിലെ കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം. അത് ഒരു പ്രദേശത്തുള്ള ആളുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രദമാണ്. അങ്ങനെ കൊതുകുജന്യമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം.